ആർ യു റെഡി? കേൾക്കാൻ റെഡിയാണോ? ഓക്കെ, ഗുഡ്. സോ ഇത് നമുക്ക് പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഡിസ്റ്റർബൻസ് വരുന്നതുകൊണ്ടാണ് എല്ലാവരും മ്യൂട്ട് ചെയ്തേക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആയിട്ട് നമുക്ക് പോവാം. എന്തായാലും ഞാൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ ഇന്ന് ആരെങ്കിലും ഒക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് തരും. അപ്പൊ നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, സോ കൈ രണ്ടും എടുക്കാവോ? രണ്ട് കൈ കാണാവോ? കൈ എല്ലാവരും എടുക്കാവോ? എനിക്ക് കാണാൻ പറ്റുമോ? യെസ്, ഓക്കെ. ഒന്ന് നന്നായി ഒന്ന് റബ്ബ് ചെയ്തിട്ട് നന്നായി ചൂടായിക്കോട്ടെ. ചെറിയ തണുപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഒന്ന് ചൂടാകും. ഇതെന്തിനാണെന്നറിയോ? ഇതിന്റെ ഒരു പർപ്പസ് അറിയോ? നമ്മുടെ നെർവ്സ് ഒക്കെ ആക്റ്റീവ് ആവാൻ വേണ്ടിട്ട്, ബ്രെയിൻ സ്റ്റിമുലേഷൻ ഒക്കെ കിട്ടും. ഓക്കെ, വളരെ എഫക്റ്റീവ് ആണ്. നമുക്ക് നന്നായി നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആവും, നെർവ്സ് ഒക്കെ ആക്റ്റീവ് ആവും, സെൻസേഷൻ കൂടും. അതൊക്കെ അതിന്റെ ഗുണമാണ്. നമുക്ക് ഇങ്ങനെ കൈ അടക്കി റബ്ബ് ചെയ്ത് കഴിഞ്ഞാല്. ചോദിക്കാം, അറിയാവുന്ന അൺമ്യൂട്ട് ചെയ്യാനായിട്ട്. ഫുഡ് ഫോർ ദ ബ്രെയിൻ, അതായത് നമ്മുടെ ബ്രെയിനിന്റെ ഭക്ഷണം ഏതാണെന്ന് അറിയാവോ? കേട്ടോ, ചോദ്യം കേട്ടോ, ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ട. ബ്രെയിനിന്റെ ഭക്ഷണം ഏതാണെന്ന് അറിയോ? വാട്ട്സ് ദ ഫുഡ് ഫോർ ബ്രെയിൻ? ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യാവോ? അറിയാവുന്നവര്? എനിവൺ? ആരുമില്ലേ? ഹാൻഡ് റൈസ് ഒന്നും കാണുന്നില്ലല്ലോ. ഞാൻ തന്നെ ഉത്തരം പറയണം. ഓക്കെ, ഞാൻ പറയാം. ഞാൻ തന്നെ പറയാം. ബ്രെയിനിന്റെ ഫുഡ് എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫുഡ്. അപ്പോ അത് ബ്രെയിനിന്റെ ഭക്ഷണമാണെന്ന് പറയുന്നത്. തലച്ചോറിനുള്ള ഭക്ഷണമാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഒരാള് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫൈസൽ. ശരിയാണോ? ഉത്തരം ശരിയാണോ? തമ്പ് കാണിച്ചാൽ മതി. ഓക്കെ, ഗുഡ്. ക്ലാപ്പ് ചെയ്തോളൂ. ഇനി അടുത്തൊരു കാര്യമുള്ള, ഇന്ന് ബർത്ത്ഡേസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആരെങ്കിലും? ഓഗസ്റ്റ് 4 കമന്റിൽ ആരെങ്കിലും ഉണ്ടോ? ഹാൻഡ് റൈസ് ചെയ്യാമോ? എനിവൺ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നവര്? ഇല്ല, നിങ്ങൾക്ക് ബർത്ത്ഡേ ഉള്ള അടുത്ത്. അപ്പൊ എനിവേ, ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയാണ്. ഒന്ന് ഒരു ബർത്ത്ഡേ വിഷ് തരാം, ഇന്ന് ആരെങ്കിലും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. എനിവേ, ഇന്ന് ഇല്ലെങ്കിൽ ഈ മാസം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഹാപ്പി ബർത്ത്ഡേ. എന്തായാലും ആ ഒരു നല്ലൊരു ലൈഫിൽ ഒരു പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഗുഡ് ന്യൂട്രീഷൻ, ബെസ്റ്റ് ന്യൂട്രീഷൻ, റൈറ്റ് ന്യൂട്രീഷൻ ഒക്കെ ആയിട്ട് ഹെൽത്തി ആയിട്ട് നിങ്ങളുടെ ലൈഫ്, റിമൈനിങ് പാർട്ട് ഓഫ് ദ ലൈഫ് ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ, ഹെൽത്തി ആയിരിക്കട്ടെ എന്ന് ആശംസിക്കും. ഓക്കെ, ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ഷാജൻ എന്നാണ്. വയസ്സ് 51, വീട് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയിലാണ്. 8 വർഷമായിട്ട് ഹെർബൽ ലൈഫായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പൊ ഒരു വെൽനസ് കോച്ചാണ്. കുറെ പേരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. ഹെർബൽ ലൈഫിലെ ആസ് യൂഷ്വൽ നിങ്ങൾ ഓരോരുത്തരുടെയും പോലെ ഹെൽത്ത് റിസൾട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഹെർബൽ ലൈഫിലേക്ക് വന്നത്. ഓൺ ദ പ്രോസസ് ഒരു ഹെർബൽ ലൈഫിൽ റൈറ്റ് ന്യൂട്രീഷൻ ആഡ് ചെയ്തപ്പോൾ, തെറ്റായിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സ് ഒക്കെ ചേഞ്ച് ചെയ്ത് റൈറ്റ് ന്യൂട്രീഷൻ ആഡ് ചെയ്ത സമയത്ത് ഒരു 27 കിലോ വെയിറ്റ് ലൂസ് ചെയ്യാനായിട്ട് സാധിച്ചു. അതോടൊപ്പം ഉണ്ടായിരുന്ന ഹെൽത്ത് ഇഷ്യൂസിലൊക്കെ കുറെ ചേഞ്ചസ്, ട്രൈഗ്ലിസറൈഡ്സ് ലെവൽസ്, അതുപോലെ ഹൈപ്പർ ടെൻഷൻ, അതുപോലെ നീർക്കെട്ടുകൾ, ഇതൊക്കെ മാറാനായിട്ട് വളരെയധികം ചെയ്യാനായിട്ട് വളരെയധികം മാറ്റം ഉണ്ടായി. ഹെൽത്ത് ഇപ്പോൾ ഞാനും ഫാമിലി വളരെ ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഹെർബൽ ലൈഫിൽ എനിക്കുള്ള എക്സ്പീരിയൻസ്. താങ്ക്സ് ഹെർബൽ ലൈഫ്, താങ്ക്സ് ആർക്യൂബ്സ്. എല്ലാവർക്കും ഒന്ന് വീഡിയോ ഒക്കെ ഓൺ ചെയ്തപ്പോൾ കുറേ അധികം പേര് വീഡിയോ ഓഫ് ആണ്, ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കൊരു ഇന്ററാക്ഷൻ, എനിക്കൊരു സന്തോഷം ഫീൽ ചെയ്തില്ല.
ഞാനിപ്പോ എന്റെ ക്യാമറ ഓഫ് ചെയ്ത് ഞാൻ സംസാരിച്ച എന്തായിരിക്കും ഒരു നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യാം? സോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഫീലിങ്സിനെ ഒന്ന് റെസ്പെക്ട് ചെയ്യാം, റൈറ്റ്? അതുപോലെ കോച്ചസ് ഒന്ന് ഹെൽപ്പ് ചെയ്യുക നിങ്ങളുടെ നമ്മുടെ ഗസ്റ്റുകളെ ഒന്ന് വീഡിയോ ഓപ്പൺ ചെയ്യാനുള്ള സാഹചര്യം. ചിലർക്ക് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടാകാം, ലിമിറ്റേഷൻസ് ഉണ്ടാകാം. അത് ഓക്കെ, ദാറ്റ്സ് ഓക്കെ, അവരോട് ഇറ്റ്സ് ഓക്കെ. അല്ലാത്തവരൊന്ന് എല്ലാവരും തന്നെ മാക്സിമം വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആയിട്ട് പോകാം. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മീൽ. അത് ബ്രെയിനിനുള്ള ഫുഡാണ്, അതായത് നമ്മുടെ തലച്ചോറിനുള്ള ഭക്ഷണമാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഹെർബൽ ലൈഫ് ന്യൂട്രീഷനിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നമുക്കറിയാം. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ ചോദിക്കുമ്പോൾ, ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ റിക്കവർ ചെയ്യാനും ഒന്ന് ഓർമ്മിക്കാനും അത് ശരിയാണല്ലോ, അത് ഫാക്റ്റ് ആണല്ലോ എന്നൊക്കെ നമുക്ക് അണ്ടർസ്റ്റുഡ് ചെയ്യാനായിട്ട് എളുപ്പം. എങ്ങനെയൊക്കെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഈറ്റിംഗ്, എങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? എന്തൊക്കെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതികൾ? എന്താ? ഒന്ന് ചിന്തിക്കാമോ? കാലത്ത് തന്നെ നമ്മള് റബ്ബ് ചെയ്ത് നെർവ്സിനെയൊക്കെ ആക്റ്റീവ് ആക്കി ബ്രെയിനൊക്കെ ആക്റ്റീവ് ആക്കി നിർത്തിയിരിക്കുകയാണല്ലോ. ഒരു തോട്ട് പ്രോസസ് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഹൗ ഈറ്റ്, നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നത് എങ്ങനെയാ, ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാ, ഭക്ഷിക്കുന്നത് എങ്ങനെ? ഒരു ചോദ്യമാണല്ലോ ഇത്. എന്താണ് ഇങ്ങനെ രാവിലെ തന്നെ സോളിഡ് ഫോം ആൻഡ് ലിക്വിഡ് ഫോം? ഗുഡ് ആൻസർ. ഓക്കെ, ഒരാൾ സ്റ്റാർട്ട് ചെയ്തു സോളിഡ് ഫോം ആൻഡ് ലിക്വിഡ് ഫോം. അപ്പോ ഖരരൂപത്തിലുള്ള ഭക്ഷണമുണ്ട്, ലിക്വിഡ് ഫോമിലുള്ള ഭക്ഷണമുണ്ട്. ശരിയാണ്. ഞാൻ ചോദിച്ചതല്ല, അത് എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് 4 ടൈപ്പാണ്, അത് 4 തരത്തിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഒന്ന്, നമ്മൾ ചവച്ച് കഴിക്കുന്നു, ചൂയിങ്. ചൂയിങ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ചവച്ചരച്ച് കഴിക്കുന്നതിനാണ് ചൂയിങ് എന്ന് പറഞ്ഞത്, ചവച്ചരച്ച് കഴിക്കും. അടുത്ത ഒരു സംഭവമാണ് ഡ്രിങ്കിങ്. ഡ്രിങ്കിങ് അറിയാലോ, കുടിക്കുക. നമ്മൾ വെള്ളം ഇല്ലേ, വെള്ളം കുടിക്കുന്ന പോലെ കുടിക്കുന്നു. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഒന്ന് ചൂയിങ്, അടുത്തത് ഡ്രിങ്കിങ്. കഴിഞ്ഞോ? ഇത് 2 മാത്രമേ ഉള്ളോ ഭക്ഷണം കഴിക്കാനുള്ള രീതി? 4 തരമുണ്ട്. അടുത്ത ഒന്ന് വിഴുങ്ങുക, സ്വാളോയിങ്, വിഴുങ്ങുക. ഓക്കെ, ഇനി ലാസ്റ്റ് ടൈപ്പ്. ഇനി വേറെ ഏതെങ്കിലും രീതി ഉണ്ടോ ഭക്ഷണം കഴിക്കാൻ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, വേറെ ഏതെങ്കിലും രീതി ഉണ്ടോ? ഞാനിപ്പോ 3 കാര്യം പറഞ്ഞു, 4മതൊരു രീതി കൂടി ഉണ്ട്, അറിയോ? ശ്രദ്ധ മറുപടി പറയണത് എനിക്ക് കാണാൻ പറ്റും. ഒന്ന് ഇത് ചെയ്യാവോ, ടൈപ്പ് ചെയ്യാ, ചാറ്റ് ചെയ്യാവോ? മ്യൂട്ടഡ് ആണ്, അതുകൊണ്ടാണ്. 3 ടൈപ്പ് ഞാൻ പറഞ്ഞു. 4മതൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ വളരെ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയാണത്. ഇനി ഗസ് സ്കെയിലിംഗ്. ഭക്ഷണം അങ്ങനെ കഴിക്കാൻ പറ്റുമോ? ശ്വാസം എടുക്കുന്ന പോലെ? ഇൻഹേലിംഗ് അല്ല, സിമ്പിൾ ആണ്. അച്ചാറ് പോലെയുള്ള സെമി ഫ്ലൂയിഡ് ആയിട്ടുള്ള ഭക്ഷണം നമ്മൾ അങ്ങനെയല്ല കഴിക്കുന്നത്. മ്യൂട്ട് ചെയ്തോളൂ, എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ഉത്തരം കിട്ടി. ഓക്കെ, അപ്പോ 4 തരത്തിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. 1 ചവച്ചരച്ച് കഴിക്കുന്നു, 2 കുടിക്കുന്നു, 3 എന്താ പറഞ്ഞേ, വിഴുങ്ങുന്നു, 4 നക്കി കഴിക്കുന്നു. ഓക്കെ, ഇതെന്താണ് ഈ സംഭവം? ഭക്ഷണമാണ്, നമ്മൾ 4 രീതിയിലാണ് കഴിക്കുന്നത്. അപ്പൊ 4 രീതിയിൽ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു, നമ്മുടെ ആമാശയത്തിലേക്ക് എത്തുന്നു. അവിടെ ഇതിനൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട് അല്ലെ? നമ്മൾ ആദ്യം പറഞ്ഞു ചവച്ച് കഴിക്കണം എന്ന് പറഞ്ഞു. നമ്മുടെ ശരീര ഘടന
ഞാനിത് നേരത്തെ ഒരിക്കൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ്, പക്ഷെ പുതിയതായിട്ട് വന്നിട്ടുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരിക്കൽ കൂടെ പറയുകയാണ്. നമ്മുടെ ശരീരഘടന അനുസരിച്ച് നമ്മുടെ ശരീരത്തിന് ഏറ്റവും യോജിച്ച ഭക്ഷണം എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ഫുഡാണ്. അതായത് കുഴമ്പ് രൂപത്തിലുള്ള ഭക്ഷണമാണ് നമ്മുടെ ശരീരഘടനയ്ക്ക് ഏറ്റവും യോജിച്ച ഭക്ഷണം. അപ്പൊ കുഴമ്പ് രൂപത്തിലുള്ള ഭക്ഷണം ആകാൻ നമ്മൾ നേരത്തെ പറഞ്ഞു ചവച്ചരച്ച് കഴിക്കണം എന്ന് പറഞ്ഞു. യെസ്, നമുക്ക് സോളിഡ് ഫുഡ് നമുക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ചോറ് കഴിക്കുമ്പോൾ ചപ്പാത്തി, ദോശ, ഇഡലി, അപ്പം, പുട്ട് എന്ന് പറഞ്ഞ് ട്രഡീഷണൽ ആയിട്ടുള്ള എന്ത് ഭക്ഷണം, അല്ലെങ്കിൽ ഇനിയിപ്പോ ചിക്കനോ ഇനി നോൺ വെജോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് എന്തൊക്കെയാണെങ്കിൽ തന്നെ നമ്മൾ ചവച്ചരച്ച് കഴിക്കും. ഈ ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയുന്നതിന്റെ പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു എന്തിനു വേണ്ടിയാണ് അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഫ്ലൂയിഡ് ഫോമിലായിട്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഒരു ഉരുള ചോറ്, നമ്മൾ കോമൺ മലയാളികളുടെ സാധാരണ കോമൺ ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ചോറ് എന്ന് പറയുന്നത്. ഒരു ഉരുള ചോറില് ഏകദേശം ഓരോരുത്തരുടെ കൈയുടെ വലുപ്പം അനുസരിച്ച്, ചെറിയ കൈയാണെങ്കിൽ ചെറിയ ഉരുളയായിരിക്കും, വലിയ കൈയാണെങ്കിൽ വലിയ ഉരുളയായിരിക്കും. എനിവേ ഒരു 35 മുതൽ 45, 50 അരിമണികളെങ്കിലും ഉണ്ടാവും ഒരു ഉരുള ചോറ്. ആ ഒരു ഉരുള ചോറ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം ചവയ്ക്കേണ്ടി വരും? ഒരു അരിമണിയിൽ ഒരു പ്രാവശ്യമെങ്കിലും ചവയ്ക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ, ഒരു അരിമണിയെ ഒരു പ്രാവശ്യം സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ ഒരു പ്രാവശ്യം കടിക്കട്ടെ. അപ്പോ ഒരു 30-35 അരിമണിയെ ചവയ്ക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് ഒന്ന് പാകപ്പെടണമെങ്കിൽ നമ്മളൊരു 10-35 പ്രാവശ്യമെങ്കിലും ചവയ്ക്കണം. അത് സാധിക്കാറുണ്ടോ നമുക്ക്? നമ്മുടെ ഫാസ്റ്റ് ആയിട്ടുള്ള ലൈഫിൽ അല്ലെങ്കിൽ വളരെ സ്പീഡി ആയിട്ട് നമ്മുടെ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ അത്രയും നമുക്ക് പോസിബിൾ ആണോ? ഭക്ഷണം കഴിക്കാൻ അത്രയും സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടോ? ഒരിക്കലില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 2-3 പ്രാവശ്യം ചവയ്ക്കും, പിന്നെ വിഴുങ്ങും. ഓക്കെ. പക്ഷെ നമ്മുടെ ശരീരഘടന അതിന് യോജിച്ചതല്ല. ഡൈജഷനെ കുറച്ച് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ വീക്ക് ആക്കാൻ ഇടയുണ്ട്. ഇപ്പൊ പശുക്കള് അല്ലെങ്കിൽ അങ്ങനെയുള്ള നാൽക്കാലികളെ സംബന്ധിച്ചിടത്തോളം അവര് വിഴുങ്ങിയാലും കുറെ കഴിഞ്ഞ് അവര് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അത് തിരിച്ച് വായിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചവച്ചരച്ച് കഴിക്കുന്ന നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ശരീരഘടനയോ മെക്കാനിസമോ നമ്മുടെ ശരീരത്തിനില്ല, മനുഷ്യ ശരീരത്തിനില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ മാക്സിമം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ വേണം നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോ നമ്മുടെ വയറ് ഡിസ്റ്റർബ്ഡ് ആയി കഴിഞ്ഞാൽ ദിവസം മുഴുവനും ഡിസ്റ്റർബ്ഡ് ആകും, അല്ലെ? സ്റ്റൊമക്ക് ഈസ് ദ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയും. നമ്മുടെ തലച്ചോറ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോൾ ബോഡിയെ എഫക്ട് ചെയ്യുന്ന ഒരു മാറ്റർ ആണ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ആ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒരിക്കലും നമ്മൾ ഡിസ്റ്റർബ്ഡ് ആക്കി മാറ്റരുത്, നമുക്ക് ഡിസ്റ്റർബൻസ് കൊടുക്കരുത്. വയറിന് ഡിസ്റ്റർബൻസ് കൊടുത്താൽ നമ്മുടെ ദിവസം തന്നെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് മാറും. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് നമ്മൾ 3 പ്രൊഡക്റ്റിനെ കുറിച്ചാണ്, 3 പ്രൊഡക്റ്റ് നമ്മുടെ ഡയറ്റ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഹെർബലൈഫിൽ ഉള്ള നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ഹെൽത്തി ആക്കാനുള്ള 3 പ്രൊഡക്ട്സിനെ കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന് ആക്റ്റീവ് ഫൈബർ കോംപ്ലക്സ്. ആക്റ്റീവ് ഫൈബർ കോംപ്ലക്സ് ഭക്ഷ്യനാരുകൾ മീൻസ് ഡയറ്ററി ഫൈബർ ആണ് അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതില് നമുക്ക് വരുന്ന മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഓട്ട് ഫൈബർ തന്നെയാണ്. അതായത് ഓട്സിന്റെ ഫൈബർ ആണ് പ്രധാനമായിട്ടും ആക്റ്റീവ് ഫൈബർ കോംപ്ലക്സിലുള്ളത്. 2 തരത്തില് നമുക്ക് ഫൈബർ ഉണ്ട്. ഒന്ന് സോലുബിൾ ഫൈബർ, മറ്റൊന്ന് ഇൻസോലുബിൾ ഫൈബർ. നമുക്ക് നോർമൽ നമുക്ക് നാച്ചുറൽ ആയിട്ട് ഇപ്പൊ വെജിറ്റബിൾസിൽ നിന്നും ഫ്രൂട്ട്സിൽ നിന്നൊക്കെ കിട്ടുന്ന ഫൈബർ എന്ന് പറയുന്നത് നമുക്ക് അറിയാലോ. നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ദിവസം നമുക്ക് 35 ഗ്രാം നമുക്ക് നോർമൽ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടും. പക്ഷെ എങ്ങനെയാണ് മെജോറിറ്റി ഓഫ് വെജിറ്റബിൾസിൽ നിന്ന് ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടുന്ന മെജോറിറ്റി ഫൈബർ എന്ന് പറയുന്നത് ഇൻസോലുബിൾ ഫൈബർ ആണ്. ഇൻസോലുബിൾ ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ദഹിച്ചു ചേരാത്ത അല്ലെങ്കിൽ അലിഞ്ഞു ചേരാത്ത ഫൈബറിനെയാണ് ഇൻസോലുബിൾ ഫൈബർ എന്ന് പറയുന്നത്. ഈ ഫൈബറിന്റെ ഫംഗ്ഷൻ എന്താണ്? ഈ ഫൈബറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ക്ലീൻ ചെയ്യാന്നുള്ള പർപ്പസ് ആണ് ഇൻസോലുബിൾ ഫൈബറിനുള്ളത്. അതായത് ഒരു ചൂല് കൊണ്ട് അടിച്ചു വാരുന്ന പോലെ നമ്മുടെ ആമാശയവും ചെറുകുടലിനെയും വൻകുടലിനെയും ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇൻസോലുബിൾ ഫൈബർ ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല ഫൈബർ നമ്മള്
നമ്മുടെ ഫുഡിൽ ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫൈബർ കൂടുതലുള്ള ഭക്ഷണം നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ചേർക്കുമ്പോൾ കിട്ടുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമുക്ക് വയറ് നിറഞ്ഞ് പെട്ടെന്ന് നമുക്ക് വയറ് നിറഞ്ഞ ഒരു ഫീല് കിട്ടും. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ക്രേവിങ്സ് കുറയും. എന്തെങ്കിലും കാണുമ്പോൾ കഴിക്കണം എന്നുള്ളൊരു തോന്നൽ കുറയും. കാരണം വയറ് നിറഞ്ഞിരിക്കുന്ന കുറേ സമയത്തേക്ക് വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ആക്റ്റീവ് ഫൈബർ കോംപ്ലക്സ് നമുക്ക് നമുക്ക് ഷെയ്ക്കിൽ ആഡ് ചെയ്ത് കഴിക്കാം. അപ്പൊ നമുക്ക് പ്രൊലോങ്ഡ് ആയിട്ട്, അതായത് നമുക്കറിയാം നോർമൽ ഷെയ്ക്ക് കഴിച്ചാൽ ഒരു 4 മുതൽ 4.5 മണിക്കൂർ വരെ നമുക്ക് വളരെ കംഫർട്ടായിട്ട് പോകും. അപ്പൊ നമുക്ക് ഫൈബറും കൂടെ ഫൈബർ കോംപ്ലക്സും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിക്കുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ സമയം വളരെ കംഫർട്ടായിട്ട് നമുക്ക് വിശപ്പ് ഫീൽ ചെയ്യാതെ മൂവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇടയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം കാണുമ്പോൾ കഴിക്കണം എന്നുള്ള ഒരു തോന്നൽ ഒഴിവാക്കും. നമുക്കൊരു ഫിൽനെസ് എപ്പോഴും ഫീൽ ചെയ്യും. അതാണ് ഫൈബർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന അഡ്വാൻറ്റേജ്. ഇനി അതിന്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇൻസോലുബിൾ ഫൈബർ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിനെ ക്ലീൻ ചെയ്യും. അപ്പം സോലുബിൾ ഫൈബർ എന്ന് പറയുന്നത് വേറൊരു ഫോം ഓഫ് ഫൈബർ ആണ്. സോലുബിൾ ഫൈബർ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു കഴിക്കുമ്പോൾ അതൊരു ജെൽ ഫോം ആയിട്ട് മാറുകയാണ്. ജെൽ ഫോം ആയിട്ട് മാറുമ്പോൾ എന്താണ് അത് ചെയ്യുന്ന കാര്യം? 2 ഗുണമുണ്ട് അങ്ങനെ ആകുന്നുണ്ട്. സോലുബിൾ ഫൈബർ ഒരു ജെൽ ഫോമിലേക്ക് നമുക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ കഴിച്ച് നമ്മുടെ ആമാശയത്തിൽ എത്തിക്കഴിയുമ്പോൾ ഒരു ജെൽ ഫോം ആകുമ്പോൾ കിട്ടുന്ന 2 അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നോർമൽ നമ്മുടെ ഭക്ഷണത്തിൽ ഫാറ്റ് വരുന്നുണ്ട്. ഓയിൽ ഫാറ്റ് കണ്ടന്റ് നോർമൽ ആയിട്ട് നമുക്ക് കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ ഉണ്ട്. കാരണം നമ്മൾ അല്പസ്വല്പമൊക്കെ എണ്ണ ഉപയോഗിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ വരുന്ന നമ്മുടെ അഡീഷണൽ ആയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന ഓയിൽ കണ്ടന്റ് അല്ലെങ്കിൽ ഫാറ്റ് കണ്ടന്റ് ഫുൾ, അതായത് ഒരുപാട് ചെന്നാൽ കൺട്രോൾ ചെയ്യുന്നതല്ല, നമുക്ക് നോർമൽ വരുന്ന കണ്ടന്റിനെ ബ്ലഡ് സ്ട്രീമിലേക്ക് പോകാതെ, അതായത് ചെറുകുടലിൽ നിന്ന് നമ്മുടെ ബ്ലഡിലേക്ക് പോകാതെ അത് അബ്സോർബ് ചെയ്യും. ഈ ഓയിൽ ഫാറ്റ് കണ്ടന്റിനെ സോലുബിൾ ഫൈബർ അബ്സോർബ് ചെയ്തിട്ട് അത് നമ്മുടെ സ്റ്റൂൾസിലൂടെ പുറത്തു പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതാണ് സോലുബിൾ ഫൈബറിന്റെ അഡ്വാൻറ്റേജ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ ഗുണം? നമ്മുടെ കൊളസ്ട്രോൾ ലെവൽസ് അല്ലെങ്കിൽ ബ്ലഡിലെ ഫാറ്റ് ലെവൽസിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് സോലുബിൾ ഫൈബറിന് സാധിക്കും. നമുക്ക് ചില വെജിറ്റബിൾസിൽ നമുക്ക് സോലുബിൾ ഫൈബർ, വെണ്ടയ്ക്കൊക്കെ നമ്മൾ മുറിച്ച് കഴിയുമ്പോൾ ചെറിയൊരു ഫ്ലൂയിഡ് ടൈപ്പ് ഒരു സംഭവം നമ്മൾ കാണാറില്ലേ? അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ടിനകത്തുള്ള സീഡ്സിലുള്ള ഒരു പശ പോലെയുള്ള ഒരു കണ്ടന്റ്, അതൊക്കെ ശരിക്കും പറഞ്ഞ സോലുബിൾ ഫൈബറാ. ഈ സംഭവം, ഈ സോലുബിൾ ഫൈബറിന്റെ ഗുണം ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ഈ ഓയിൽ കണ്ടന്റ് നമുക്ക് അല്ലെങ്കിൽ ഫാറ്റ് കണ്ടന്റ് ബ്ലഡ് സ്ട്രീമിലേക്ക് പോകാതെ കൺട്രോൾ ചെയ്യും. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആമാശയത്തില് ചെറുകുടലിലും വൻകുടലിലും ഒക്കെ ധാരാളം ബാക്ടീരിയകളായിട്ട് നമുക്കറിയാം. നല്ല ബാക്ടീരിയകൾക്ക് വളരാനുള്ള ഒരു നല്ല അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യും സോലുബിൾ ഫൈബർ. കാരണം സോലുബിൾ ഫൈബർ ഇങ്ങനെയുള്ള ഈ ബാക്ടീരിയാസിന്റെ ഫുഡാണ്. ആ ബാക്ടീരിയകൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഭക്ഷണമാണ് സോലുബിൾ ഫൈബർ എന്ന് പറയുന്നത്. അപ്പൊ നല്ല ബാക്ടീരിയകളെ ജനറേറ്റ് ചെയ്യാനായിട്ട്, നല്ല ബാക്ടീരിയകൾ ആയിരിക്കാനായിട്ട് സോലുബിൾ ഫൈബർ ഹെൽപ്പ് ചെയ്യും. ഫാറ്റിനെ, ഓയിൽ ഫാറ്റ് കണ്ടന്റ് ബ്ലഡ് സ്ട്രീമിലേക്ക് പോകാതെ കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ നല്ല ബാക്ടീരിയകൾക്കുള്ള ഫുഡായിട്ട് മാറുകയും ചെയ്യും. നെക്സ്റ്റ് വരുന്ന അതാണ് ആക്റ്റീവ് ഫൈബർ കോംപ്ലക്സ് നമ്മൾ എടുക്കുമ്പോൾ കിട്ടുന്ന നമുക്ക് അഡ്വാൻറ്റേജ്. അതിന്റെ ഒരു ടെക്നിക്കൽ സൈഡിലേക്ക് പോകും. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന മാറ്റർ എന്ന് പറയുന്നത് മോശം കുറയുന്നു. അപ്പൊ മോശം ബാക്ടീരിയകൾ അവിടെ കീഴടക്കും. ഇപ്പൊ നമ്മളൊരു 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കാൻ നോക്കി, ഏതെങ്കിലും ഒരു രാജ്യം വീക്കായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റേ രാജ്യം കയറി അവിടെ അവരുടെ ഭരണത്തിന്റെ കീഴിലാക്കും. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലാണ്, അതായത് നമ്മുടെ വാ മുതൽ ആനസ് വരെയുള്ള ഭാഗത്താണ് ഏറ്റവും അധികം ബാക്ടീരിയകൾ ഉള്ളത് നമ്മുടെ ശരീരത്തിൽ. അത് നല്ലതും മോശമായിട്ടുള്ള ബാക്ടീരിയകളുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് വയറിലാണ്. അപ്പോൾ നമ്മുടെ വയറിൽ നല്ല ബാക്ടീരിയകളുടെ പർപ്പസ് എന്താന്ന് വെച്ചാൽ, എന്താണ് നല്ല ബാക്ടീരിയകൾ ചെയ്യുന്ന ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തെ ദഹിപ്പിക്കുക എന്നുള്ളതാണ് നല്ല ബാക്ടീരിയകൾ ചെയ്യുന്ന ജോലി. അപ്പൊ മോശം ബാക്ടീരിയകളുടെ ജോലി എന്താ? മോശം ബാക്ടീരിയകളുടെ ജോലി നമ്മൾ കഴിച്ച ഭക്ഷണം, ദഹിപ്പിച്ച ഭക്ഷണത്തിന്
ഡീക്കേയിങ് പ്രോസസ്സിലേക്ക്, അതായത് കേടാകുന്ന പ്രോസസ്സിലേക്ക് കൊണ്ടുപോകാം. അതായത് നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല ഭക്ഷണത്തിൽ നിന്നുള്ള ദഹനം കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ അബ്സോർബ് ചെയ്തതിന് ശേഷം വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ വേസ്റ്റിനെ ഡീക്കേയിങ് പ്രോസസ്സിലേക്ക്, അതായത് കേടാകുന്ന ഒരു പ്രോസസ്സിലേക്ക് മാറ്റുക എന്നുള്ളതാണ് മോശം ബാക്ടീരിയകൾ ചെയ്യുന്ന ജോലി. അപ്പോ നമ്മൾ ചില ഭക്ഷണം, ഇപ്പൊ പഴം എടുക്കുമ്പോൾ പഴം കേടാകുന്നു നമ്മൾ പറയാറില്ല, പഴം ചീഞ്ഞു പോയി. പഴം ചീഞ്ഞു പോകുന്നത് അതിനകത്തൊരു ബാക്ടീരിയ പ്രോസസ്സ് നടക്കുന്നതുകൊണ്ടാണ്. ഇപ്പൊ ചില കറികൾ നമ്മൾ കുറച്ചു നേരം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ, ചൂടാറി കഴിഞ്ഞ് നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ 1 ദിവസം 2 ദിവസം കഴിയുമ്പോൾ കേടായി പോകുന്നു. അതിന്റെ ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് ഈ ബാക്ടീരിയകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. അപ്പോ ഈ ഡീക്കേയിങ് പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ് മോശം ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾ. അപ്പൊ നല്ല ബാക്ടീരിയകളുണ്ട്, മോശം ബാക്ടീരിയ. ഈ നല്ല ബാക്ടീരിയകളുടെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഡൈജഷൻ സ്ലോ ആവും, ആദ്യത്തെ കാര്യം. നെക്സ്റ്റ് വരുന്ന കാര്യം എന്താ? ഈ മോശം ബാക്ടീരിയകൾ കയറി അവിടെ അവര് ഇത് ചെയ്യാൻ തുടങ്ങും, അവരുടെ ഒരു നിയന്ത്രണത്തിലാവും. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുന്നതിന് പകരം ഭക്ഷണം അവിടെ കേടാകാൻ തുടങ്ങും. ഡൈജഷന് പകരം ഡീക്കേയിങ് സംഭവിക്കും. അപ്പോ ഡൈജഷൻ നടക്കുന്ന സ്ഥലത്ത് ഡീക്കേയിങ് നടന്നാലോ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ആമാശയത്തിൽ തന്നെ വെച്ച് കേടായി പോയാൽ എന്ത് സംഭവിക്കും? അപ്പോഴാണ് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ വയറ് ഡിസോർഡർ ആകുന്ന പ്രോസസ്സൊക്കെ, അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ ഫുഡ് പോയ്സണിങ്, ഫുഡ് ഇൻഫെക്ഷൻ ഒക്കെ എന്ന് പറയുന്ന ഇൻഫെക്റ്റഡ് ആയിട്ട് മാറും, നമുക്ക് ഫുഡ് ഇൻഫെക്ഷൻ സംഭവിക്കും. അപ്പൊ എങ്ങനെയാണ് ഫുഡ് ഇൻഫെക്ഷൻ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാം. ഫസ്റ്റ് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കേടായ ഭക്ഷണം കഴിക്കുക. കേടായ ഭക്ഷണം കഴിച്ചാൽ എന്ത് സംഭവിക്കും? ഡയറക്റ്റ് നമ്മുടെ ഭക്ഷണത്തിലൂടെ മോശം ബാക്ടീരിയകൾ അകത്ത് ചെല്ലുകയാണ്. അപ്പൊ കേടായ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഇതും വേണ്ട, നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻഫെക്റ്റഡ് ആവും. അതാണ് ഡയറക്റ്റ് വേ. രണ്ടാമത്തെ വേ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ശരീരത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ആമാശയത്തിൽ നല്ല ബാക്ടീരിയകൾ ഉണ്ട്. അവരവിടെ ഡീക്കേയിങ് പ്രോസസ്സിംഗ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും. സോറി, ഡൈജസ്റ്റീവ് പ്രോസസ്സിങ്ങിനെ നിരന്തരം ചെയ്യുന്ന, നേരത്തെ പറഞ്ഞു ലിക്വിഡ് ഇഷ്യൂ എന്തുണ്ടോ എന്ന് കേൾക്കാമോ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? ഓക്കെ, ഗുഡ്. അപ്പോ അത് ഒരു പ്രോസസ്. രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാല്, നമ്മള് റീബോയിൽഡ് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ചൂടാക്കിയ എണ്ണ അറിയാലോ, നമുക്ക് നോർമലി നമ്മുടെ മാർക്കറ്റുകളിൽ അല്ലെങ്കിൽ ഓപ്പൺ തട്ടുകടകളിലൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ചൂടാക്കിയ എണ്ണയിൽ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നിരന്തരം അവര് ഒരേ എണ്ണയിൽ തന്നെ പല പ്രാവശ്യം ചൂടാക്കി നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഭക്ഷണം നമ്മൾ നിരന്തരം കഴിക്കുകയാണെങ്കിൽ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, അത്തരം ഫുഡ് നമ്മുടെ ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള നല്ല ബാക്ടീരിയകൾക്ക് നാശം സംഭവിക്കും. കാരണം അങ്ങനെയുള്ള ഭക്ഷണത്തെ നമ്മുടെ ശരീരത്തിലെ നല്ല ബാക്ടീരിയകൾ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം വെള്ളമാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കിട്ടുന്ന വെള്ളം എത്രമാത്രം ശുദ്ധമാണെന്ന് നമ്മൾ ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് നല്ലതാണ്. കാരണം മുൻപത്തെ പോലെയൊന്നുമല്ല. ഒരു 15 വർഷം മുമ്പ് 2 വീടുണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 3ഉം 4ഉം വീടുകളൊക്കെ ആയി കാണും. സ്വാഭാവികമായിട്ടും വീടുകളുടെ എണ്ണം കൂടുമ്പോൾ വാഷ്റൂംസിന്റെ എണ്ണം കൂടും, വേസ്റ്റ് വാട്ടർ കൂടും. ഇതൊക്കെ ചെല്ലുന്നത് ഒരേ വാട്ടർ സോഴ്സിലേക്കാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ പരിസരത്തുള്ള കിണറിലെ വെള്ളമാണെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയാണോ നമുക്ക് കിട്ടുന്ന വെള്ളം എങ്ങനെയാണ്, നമ്മൾ ഫിൽട്ടർ ഒക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മൾ കിണറിലെ വെള്ളമൊക്കെയാണ് കുടിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് അത് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ അങ്ങനെയും നമ്മുടെ ശരീരത്തിലേക്ക് മോശം ബാക്ടീരിയകൾ കടന്നു വരും. ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെ നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തിലെ നല്ല ബാക്ടീരിയകൾ നശിച്ചാൽ മോശം ബാക്ടീരിയകളെ എഫക്ട് ചെയ്യും. നമ്മുടെ വൈറൽ ഡിസോർഡർ ആവും. വൈറൽ ഡിസോർഡർ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും, അതായത് മോശം ബാക്ടീരിയകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച്
നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കുറയും. അതുപോലെ തന്നെ നമ്മുടെ കൃത്യമായിട്ടുള്ള ഒരു ഡൈജഷൻ നടക്കാത്ത ഒരു പ്രോസസ്സിൽ പോവുകയാണെങ്കിൽ അത് നമ്മുടെ സ്കിന്നിനെ എഫക്ട് ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഹെർബലൈഫ് വളരെ അമേസിംഗ് ആയിട്ടുള്ള സിംപ്ലി പ്രോബയോട്ടിക് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. എന്താണ് സിംപ്ലി പ്രോബയോട്ടിക് നമ്മൾ എടുക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജ്? സിംപ്ലി പ്രോബയോട്ടിക് നമ്മൾ എടുക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ 2 ബില്യൺ ഗുഡ് ബാക്ടീരിയാസിനെ നമുക്ക് ഒറ്റ ഇതിൽ സപ്ലൈ ചെയ്യാം. 1 gram സിംപ്ലി പ്രോബയോട്ടിക് പൗഡറിൽ 2 ബില്യൺ ഗുഡ് ബാക്ടീരിയാസിനെയാണ് നമുക്ക് കിട്ടുന്നത്. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഗുഡ് ബാക്ടീരിയകളുടെ എണ്ണം നമ്മുടെ ഡൈജഷൻ കുറച്ചുകൂടെ ബെറ്റർ ആകും, നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവൽ ഇൻക്രീസ് ആവും, നമ്മുടെ സ്കിന്നിന് നല്ല മാറ്റങ്ങൾ വരാൻ തുടങ്ങും. അതാണ് നമ്മൾ സിംപ്ലി പ്രോബയോട്ടിക് എടുക്കുമ്പോൾ കിട്ടുന്ന അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് വരുന്നത് ആലോ കോൺസെൻട്രേറ്റ് ആണ്. ആലോ ഡ്രിങ്ക് നമ്മുടെ ഒരു ഫോം ഓഫ് ഫുഡ് ആണ്, ലിക്വിഡ് ഫുഡ് ആണ്. എന്താണ് ആലോ കോൺസെൻട്രേറ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന അഡ്വാൻറ്റേജ് വെച്ചാൽ, ഫസ്റ്റ് അത് ആലോ ഡ്രിങ്ക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അറിയാം, ഒരു സൂത്തിങ് എഫക്റ്റ് ഉണ്ട്, ഒരു സുഖം ഉണ്ട് അത് കഴിക്കുമ്പോ, അല്ലെ? നമ്മുടെ വായ മുതൽ വയറ് നമുക്കത് സുഖമുണ്ട് കഴിക്കുമ്പോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ എപ്പിത്തീലിയം എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്. ഇത് നമ്മൾ കഴിക്കുമ്പോൾ ഭക്ഷണം സ്മൂത്ത് ആയിട്ട് ഇറങ്ങി പോകാനും അതിന്റെ മൂവ്മെന്റ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലൈനിങ്. ഇതിൽ ചിലപ്പോഴൊക്കെ വൂൺസ് ഉണ്ടാവും, പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ അധികം ചവച്ചരച്ച് കഴിക്കുന്നില്ലെങ്കിൽ, അതുപോലെ ഹാർഡായിട്ടുള്ള, ഇപ്പൊ ചില സമയത്തൊക്കെ നോൺ വെജ് കഴിക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ സംഭവിക്കാം, അല്ലെങ്കിൽ മീൻ കഴിക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ മുള്ള് പോയിട്ട് അതല്ലെങ്കിൽ ചെറിയ ചെറിയ എല്ലിന്റെ പീസുകളൊക്കെ പോയിട്ട് നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലൊക്കെ ചെറിയ വൂൺസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, മുറിവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവ് പറ്റി അറിയാം, അതൊരു പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മുടെ ചെറുകുടലിലോ വൻകുടലിലോ അങ്ങനെയൊക്കെ മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ മൂടി ചെയ്യുന്ന ഒരു മെക്കാനിസം ഉണ്ട്. ഭക്ഷണം കഴിച്ചാൽ ഉടനെ എത്രയും പെട്ടെന്ന് അതിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അത് ഈ വൂണ്ടുള്ളതുകൊണ്ട്, ഈ മുറിവ് പറ്റുന്നതുകൊണ്ടാണ്. നമ്മുടെ ചെറുകുടലിലോ വൻകുടലിലോ ഈ മുറിവ് പറ്റുന്നതുകൊണ്ട് എന്ത് ഭക്ഷണം കഴിച്ചാലും എത്രയും പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് അതിനെ റിമൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടി കാണിക്കും. അതിനെയാണ് IBS എന്ന് പറയുന്നത്, ഇറസ്റ്റിബിൾ ബവൽ സിൻഡ്രോം. അതിന്റെ ഒരു കാരണം കേട്ടോ, പല കാരണങ്ങളും. ടെൻഷൻ ഉണ്ടായാൽ ഇത് വരും, ഈ IBS ഉണ്ടാവും. അതല്ലെങ്കിൽ നോർമലായിട്ട് ഇങ്ങനത്തെ വൂൺസ്, അൾസേഴ്സ് ഒക്കെ ഫോം ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു IBSന്റെ ഒരു ഇത് വരുന്നത്, സാധ്യത വരുന്നത്. അപ്പൊ അതിന് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ആണ് ആലോ ഡ്രിങ്ക്. കാരണം IBS ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ വൂണ്ട് ആ മുറിവ് വലുതാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് അവർക്ക് ഒട്ടും സൂട്ടബിൾ ആയിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ലിക്വിഡ് ഫുഡാണ്. അപ്പൊ അങ്ങനെ വൂൺസ് ഒക്കെ വരുന്ന സമയത്താണ് നമുക്ക് വായിലും കുരുക്കൾ ഉണ്ടാകുന്ന ഒരു സിംറ്റം ഒക്കെ അത് കാണിക്കും. അപ്പൊ അത് ശരിക്കും ബേസിക് അത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം. ഇവിടെയാണ് നമുക്ക് ആലോ കോൺസെൻട്രേറ്റ് വളരെയധികം ഹെൽപ്ഫുൾ ആവാം. നോർമൽ ഫംഗ്ഷൻ ഉണ്ട്, മുറിവ് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ചെറിയ അളവിൽ മഞ്ഞളൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, നോർമൽ നമ്മൾ കറികളിൽ യൂസ് ചെയ്യുന്നത്, എന്നിരുന്നാൽ പോലും അതല്ലാതെ അല്പം തേനും മഞ്ഞളൊക്കെ ചേർത്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ വൂൺസിനൊക്കെ ഹീൽ ചെയ്യാനായിട്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ആലോ കോൺസെൻട്രേറ്റ്. അപ്പൊ ഇതാണ് ഇന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ആലോ കോൺസെൻട്രേറ്റിലുള്ള സൂപ്പർലോസ് പ്രശ്നമാണ്, നോ ഇഷ്യൂസ്. നോൺ കാലറിക് ഷുഗർ ആണ്, നോ ഇഷ്യൂസ്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് കഴിക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട്, ഹെൽത്തി ആയിട്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റം ഹെൽത്തി ആയിരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്ഫുൾ ആക്കും
കോൺസെൻട്രേറ്റ് ഒരു നല്ല സൊല്യൂഷനാണ്. ഈ അൾസേഴ്സ് ഒക്കെ ഉള്ള ആളുകൾക്ക് നല്ല സൊല്യൂഷനാണ്. അതുപോലെ അവരുടെ എന്താണ് സ്റ്റൂൾ മൂവ്മെന്റ്സിനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഹെൽത്തി ആയിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ഇതാണ് ഇന്ന് എനിക്ക് കോമൺ ആയിട്ട് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇഷ്ടപ്പെട്ടോ? എനി ഫീഡ്ബാക്സ്? കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ? ധൈര്യമായിട്ട് കൊടുത്തോളൂ, നോ ഇഷ്യൂസ്. ഓക്കെ, ഇതാണ്. അപ്പൊ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഹെൽത്തി ആക്കി വെക്കുക. നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ചവച്ചരച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഹെൽത്തി ആയിരിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ഡേ. എനി ഫീഡ്ബാക്സ്? സർ ഗുഡ് മോർണിംഗ്. മോർണിംഗ്, പറയൂ. എന്റെ പേര് ദീപ്തി സന്തോഷ്, മറയൂരിൽ നിന്നാണ് കണക്ട് അയക്കുന്നത്. വയസ്സ് 44. ഇന്നത്തെ കേക്കാലോ അല്ലേ? ഓക്കെ, ഇന്നത്തെ ക്ലാസ് ശരിക്കും യൂസ്ഫുൾ ആയിരുന്നു, നല്ല യൂസ്ഫുൾ. ആദ്യത്തെ ഒരു 5 മിനിറ്റ് വിട്ടുപോയെങ്കിൽ പോലും ഒരുപാട് യൂസായി. കാരണം ശരിക്കും ഡൈജസ്റ്റീവ് സിസ്റ്റം എന്റെ പ്രോബ്ലം ആയിരുന്നു. എനിക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഇഷ്യൂസ് ആയിരുന്നു ഡൈജഷൻ പ്രോബ്ലം. പക്ഷെ അന്നൊന്നും അറിയില്ല എന്തുകൊണ്ട് ഉണ്ടാവണേന്നുള്ളത് അറിയില്ല. മൈഗ്രെയിൻ ആയിരുന്നു എന്റെ ഇഷ്യൂ. മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്യും, അത് കഴിഞ്ഞ് ഏകദേശം ഒരു 2-3 ദിവസം കിടക്കേണ്ടി വരും. തലവേദന കൂടിയിട്ട് തോർത്തൊക്കെ വലിഞ്ഞ് മുറുക്കി കെട്ടി നമ്മുടെ ഒരു ജോലികളും കറക്റ്റ് ആയിട്ട് നടക്കണ്ടാവില്ല. രാവിലെ ഏറ്റവും പിള്ളേരോട് ദേഷ്യം, ഹസ്ബൻഡിനോട് ദേഷ്യം, വീട്ടില് ഇഷ്യൂസ്. കാരണം തലവേദന. അപ്പോഴും എന്റെ വിചാരം തലയ്ക്ക് എന്തോ പ്രശ്നമാണ്. അപ്പോ ഹസ്ബൻഡ് കൊണ്ടുപോയി ചെന്നൈ രാമചന്ദ്ര ഹോസ്പിറ്റലിൽ വരെ കൊണ്ടുപോയി ഫുൾ സ്കാനിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോഴും ഒരു കുഴപ്പമില്ല. എന്നിട്ട് എന്റെ മനസ്സ് വിശ്വസിച്ചിട്ടില്ല വേറെ കുഴപ്പമാന്നുള്ളത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഏറ്റവും അവസാനം ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് ആഹാരങ്ങളെ കൺട്രോൾ ചെയ്ത് എങ്ങനെ ആഹാരം കഴിക്കണം, എങ്ങനെ വെള്ളം കുടിക്കണം, അതൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എന്റെ ഡൈജഷൻ കറക്റ്റ് ആയത്, എന്റെ മൈഗ്രെയിൻ. പക്ഷെ അതിൽ പിന്നെ ഒരിക്കൽ പോലും ഇന്നലെയൊക്കെ ക്ലാസ് കഴിഞ്ഞ് രാത്രി 1 മണിയായി വീട്ടിലെത്തിയപ്പോ. നല്ല ടയേർഡ് ഉണ്ടായിരുന്നു, എന്നാ പോലും തലവേദന എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോ അതുകൊണ്ട് എന്താ പറയാ, ഇന്നത്തെ ക്ലാസ് ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു. എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും. താങ്ക് യു സോ മച്ച് സർ. പിന്നെ എനിക്ക് റിസൾട്ട് എല്ലാം ഗുഡ് മോർണിംഗ്. ക്ലോസ് ചെയ്യാം. ഗുഡ് മോർണിംഗ്. ഞാൻ മാറഞ്ചേരിയിൽ നിന്ന്. എൻ്റെ പേര് രവീന്ദ്രൻ, വയസ്സ് 63. എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു 426. പല വിശ്വാസപ്രകാരം നമ്മൾ ജനിച്ചു, ഇനിയൊരു മരണമുണ്ട്, ശരിയാണ്. പല വിശ്വാസപ്രകാരം പലതരത്തില് എഴുതപ്പെട്ടതും പറയപ്പെട്ടതുമായ രീതിയിൽ നമ്മൾ മരണപ്പെടുമെന്നാ പറയാം. കേട്ട് മരണങ്ങൾ ഒരുവിധം എന്താണ്? കാർഡിയാക് അറസ്റ്റ്, അറ്റാക്ക്, സ്ട്രോക്ക്, അതുപോലെ ജീവിതശൈലി രോഗങ്ങൾ. ഇതിലെല്ലാം നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതിക്ക് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ പങ്കുണ്ടോ ഇല്ലേ? നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്താലോ. നാളെ രാവിലെ കൃത്യം 8 മണിക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സെഷനിൽ കണക്ട് ആയാൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ഭരണത്തിലോ അല്ലെങ്കിൽ നമ്മൾക്ക് വരുന്ന അസുഖങ്ങളിലോ നമുക്ക് പങ്കുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നാളെ രാവിലെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നാളെ വീണ്ടും കാണാം. ബൈ, ഗുഡ് ഡേ.